എൻ്റെ പേര് നിഷ ഫ്രാൻസിസ്. ഞാൻ കോട്ടയം കട്ടച്ചിറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഉടമ്പടി വെച്ചത് പ്രകാരമാണ് അവൾ നേഴ്സാണ്, ഞാനും നേഴ്സാണ്. അപ്പോൾ ഉടമ്പടി വെച്ച പ്രകാരമാണ് അവൾക്ക് സൗദിക്ക് പോകാൻ റെഡിയായതും എല്ലാം ശരിയായതും. അവൾ 2019 ഉടമ്പടി എടുക്കുന്നത്. 2021 മാർച്ച് 6 എൻ്റെ അപ്പച്ചന് ഒരു സ്ട്രോക്ക് വന്നു. റൈറ്റ് സൈഡ് പൂർണ്ണമായിട്ട് പാരലൈസ് ആയായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പച്ചൻ നന്നായിട്ട് കുടിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം കാരിദാസിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അവിടെ ചെന്ന് ഫസ്റ്റ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് പതുക്കെ നടക്കാൻ പാകത്തിനായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുടിക്കാതിരിക്കുന്നതും കൊണ്ടും ന്യൂറോയുടെ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടും അപ്പച്ചന് വിഡ്രോവലായി. ഭയങ്കരമായിട്ട് അയാൾ വയലൻ്റായി. ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പല ഡി അഡിക്ഷൻ സെൻറ്ററിലും വിളിച്ച് ചോദിച്ചു. ന്യൂറോളജിസ്റ്റ് കാരിദാസിൽ ഡോക്ടർ ലിജോയാണ് അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാറിനോട് വിളിച്ച് ചോദിച്ചു. സാർ പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല, കാരണം സൈക്യാട്രിക്കായിട്ടുള്ള അഡ്മിഷൻ എടുക്കത്തില്ല കാരിദാസിൽ. അതുപോലെ തന്നെ പല ഡി അഡിക്ഷൻ സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചു, അവിടെ അഡ്മിഷൻ എടുക്കത്തില്ല, കാരണം കൂടെ ആൾ നിൽക്കണം. ആൾ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല സ്ട്രോക്ക് ആയതുകൊണ്ട്. അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും സാറ് പറഞ്ഞു, ഈ മനുഷ്യന് ഒന്നും ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാനില്ല, ഈ മനുഷ്യന് സെഡേഷൻ കൊടുത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ. എല്ലാം ടാബ്ലറ്റ് തന്നുവിടാം, സെഡേഷനുള്ള ടാബ്ലറ്റ് തന്നുവിടാം, വിഡ്രോവലുള്ള മെഡിസിൻ തന്നുവിടാം, വീട്ടിൽ ചെന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കൊടുത്തു. ആദ്യം അപ്പച്ചൻ കഴിക്കുകയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാപ്പിക്കകത്ത് കലക്കി കൊടുത്തു. പിന്നെ അപ്പച്ചൻ സെഡേഷൻ. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു, ആൾ കിടക്കുന്നിടത്ത് കിടന്ന് തന്നെ എല്ലാം ചെയ്തോട്ട് ഒരു കുഴപ്പമില്ല, പുള്ളീനെ ഉണർത്താൻ പോകണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വയലൻ്റ് ആയിരുന്നു. ഞങ്ങളൊക്കെ പിടിച്ച് അടിക്കാനും കൊല്ലാനൊക്കെ വരുന്ന രീതിയിലായിരുന്നു. എന്നിട്ട് അപ്പച്ചനെ എന്നിട്ട് വിഡ്രോവലിൻ്റെ മെഡിസിൻ ഹൈ ഡോസ് മെഡിസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ഇത്രയും ഹൈ ഡോസ് കൊടുക്കണ്ട, എന്ത് സംഭവിക്കാം ഇത്രയും ഹൈ ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇച്ചിരി ഡോസ് കുറച്ചാൽ അപ്പച്ചന് ഭയങ്കര വയലൻറ്റുമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, എന്നിട്ട് ഞാൻ ഡോസ് കുറച്ചു. ഒരാഴ്ച അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും അപ്പച്ചന് വിഡ്രോവലിൻ്റെ മെഡിസിൻ റിയാക്ഷനായി വീണ്ടും സ്ട്രോക്കായി. അപ്പച്ചൻ ഫുള്ള് പാരലൈസ്ഡായിപ്പോയി. അനക്കവും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിലായിപ്പോയി. വിളിച്ചാൽ മൂളും. അപ്പച്ചന് കഴുത്തൊക്കെ കോച്ചി, കയ്യും കോച്ചി, ഒരു വള്ളത്തിൻ്റെ ഷേപ്പായിപ്പോയി അപ്പച്ചൻ. കാലെ തൊട്ടാൽ മോള് പൊങ്ങി വരും, തല തൊട്ടാൽ താഴെ ഇങ്ങനെ പൊങ്ങി, അങ്ങനെ ഒരു ഷേപ്പിലായി വന്ന ഒരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറ് പറഞ്ഞു, നീ ഒന്നും ചെയ്യാനില്ല വ്യക്തിക്കെന്നും സാറും പറഞ്ഞു. അപ്പം അനിയത്തി വളരെ വിഷമിച്ച് സൗദിയിൽ നിന്ന് കൃപാസനത്തിലോട്ട് വിളിച്ചു. അപ്പം വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുത്ത വ്യക്തി പറഞ്ഞു, ഒരു ദിവസം ഒരു സമയം തന്നു, രാത്രിയിൽ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബൈബിൾ ഭാഗം വായിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥനയിലായിരിക്കാൻ പറഞ്ഞു, അമ്മ ഇടപെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എൻ്റെ അമ്മ എന്നോട് അത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് 3 പിള്ളേരുണ്ട്. ആ പിള്ളേരെയും കയറ്റി കിടത്തി ഞാനും കയറി കിടന്നു. അമ്മ മാത്രം ഇരുന്ന് എല്ലാ വാതിലും ജനലെല്ലാം അടച്ച് നല്ല ഇതായിട്ടിരുന്നേ. അമ്മ ഇരുന്ന് ബൈബിൾ വായിക്കുക. ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ രൂപക്കൂടിന് മുകളിൽ ഇരുന്ന് അമ്മ ബൈബിൾ വായിക്കുക. അമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഫ്രണ്ട് ഡോറിന് സൈഡ് ഒരു വോൾ ഫുള്ള് ജനലാണ്. ആ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രകാശം വരുവാന്ന് പറഞ്ഞു. അപ്പം ഇത് ലൈറ്റെല്ലാം നിർത്തിയതാണല്ലോ, പിന്നെ എവിടുന്ന് ഈ പ്രകാശം വരുന്നതെന്ന് ഓർത്ത് അമ്മ നോക്കിയപ്പോഴത്തേക്കും ആ ജനലിൻ്റെ കർട്ട മാറ്റി ഇത്രയും ഭാഗം, ഈ കൃപാസന അമ്മയുടെ ഈ മുഖത്തിൻ്റെ ഇത്രയും ഭാഗം കണ്ടെന്ന് പറഞ്ഞമ്മ. അമ്മേനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. എന്നിട്ട് അത് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടേക്ക് അമ്മ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കിടക്കുന്ന സമയം വരെ അപ്പച്ചന് ഒരു ബോധവും ഇല്ല. ഇങ്ങനെ വിളിച്ചാൽ ഞരക്കം മാത്രമേ ഉള്ളൂ. ആ ഒരു രീതി ഇരുന്ന മനുഷ്യൻ രാവിലെ ബഹളം ഒച്ച കേട്ടാണ് ഞാൻ ഏൽക്കുന്നത്. ഞാൻ ഏറ്റി ഇന്ന് നോക്കുമ്പം അമ്മ അടുത്ത് നിൽപ്പുണ്ട് അപ്പച്ചൻ കട്ടിലേൽ കാലും തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അമ്മയോട് അപ്പച്ചൻ പറഞ്ഞ്, ഒരു സ്ത്രീ എന്നെ വന്ന് വിളിച്ചു. അപ്പം എൻ്റെ അമ്മ നന്ന് വെളുത്തിട്ടാണ്. അപ്പം അപ്പച്ചൻ ഓർത്തു എൻ്റെ അമ്മയാണെന്ന് ഓർത്തു.
എനിക്ക് കാപ്പി തരണമെന്ന് പറഞ്ഞപ്പോൾ കാപ്പിയൊക്കെ തരാം, തങ്കച്ചൻ ആദ്യം ഏറ്റു നടക്ക്, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അപ്പച്ചൻ അവിടുന്ന് ഏറ്റ് നടന്ന് ഡൈനിങ് ഹാളിൽ വരുമ്പം നോക്കുമ്പോഴത്തേക്ക് അമ്മച്ചി കസേര ഇരുന്ന് ഉറങ്ങുവാന്ന് അപ്പച്ചൻ ഉറങ്ങുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ തിരിച്ച് നീ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചിട്ട് അപ്പച്ചൻ തിരിച്ച് കട്ടിൽ വന്ന് കിടന്നു. ബോധം പോകുന്നതിന് മുമ്പ് സ്ട്രോക്ക് ആയ സമയത്ത് തന്നെ അപ്പച്ചൻ നല്ല സ്ലറിങ് ആയിരുന്നു, ഒന്നും പറഞ്ഞാൽ തിരികത്തില്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ കട്ടിലേറ്റിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പം കാപ്പി നല്ല സ്ഫുടമായിട്ട് അപ്പച്ചൻ സംസാരിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ നടന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ആ വിഡ്രോവലിൻ്റെ ആ മെഡിസിൻ്റെ സെഡേഷൻ പോയതായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ വീൽ ചെയർ കൊണ്ടുവന്നു, 2 ദിവസം വീൽ ചെയറിൽ ഇരുത്തി. അപ്പോഴും അപ്പച്ചൻ പറയും നീ നടന്നതാ, നിങ്ങൾ വിശ്വസിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഒരു ദിവസം അപ്പച്ചൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് വീൽ ചെയറിൽ നേറ്റ് വോളെ കൂടെ ഭിത്തിയെ കൂടെ പിടിച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് കൊടുത്തു. വോക്കിംഗ് സ്റ്റിക്ക് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതും വലിച്ചെറിഞ്ഞിട്ട് അപ്പച്ചൻ വീടിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വീശി നടന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്പച്ചൻ തിരിച്ച് എൻ്റെ സ്വന്തം വീട്ടിലോട്ടും പോയി. ഇപ്പം അപ്പച്ചൻ ഒരു കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ടൗണിൽ വരും, സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലും പോകും, ഒരു കുഴപ്പമില്ല. അതുപോലെ അങ്ങനെയാണ് കൃപാസനത്തിൽ അമ്മയുടെ ആദ്യത്തെ അത്ഭുതം എൻ്റെ വീട്ടിൽ നടക്കുന്നത്. ഞാനൊരു നേഴ്സാണ്, ഞാൻ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ലായിരുന്നു. ലാസ്റ്റ് 2014 ജൂലൈ 2 എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാതിരിക്കുമായിരുന്നു. ഈ അപ്പച്ചൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ആ അത്ഭുതം നടന്നു കഴിഞ്ഞിട്ട് ഞാനൊരു ധ്യാനം കൂടാൻ പോയപ്പം അവിടെ കൗൺസിലിംഗ് എന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രൊഫഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് ഗ്യാപ്പിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കർത്താവ് തരും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ബ്രദർ പറഞ്ഞു നീ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഇറങ്ങാൻ പുറകെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനു മുമ്പ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു, പക്ഷേ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമോ അങ്ങനത്തെ ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടില്ല. ഒരു ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തെന്നല്ലാതെ ഒരു സീരിയസ്നെസ് ഞാൻ കൊടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈൻ എടുത്തായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന വിൽ അപ്രൂവ്ഡ് സൂണാണ്. എൻ്റെ ഉടമ്പടി അതുവരെ അപ്രൂവ് ആയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു നീതു ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത ബില്ല് അപ്രൂവ്ഡ് സൂണാണ് കിടക്കുന്നത്, ഞാൻ എന്നെ ചെയ്യേണ്ട. അപ്പോൾ അവൾ പറഞ്ഞു ഇത്രയും അടുത്തല്ലേ നിശ്ചയ്ക്ക് പോയി എടുക്കാവുന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ, നിശ്ചയം അവിടെ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന നിശ്ചയം അമ്മ കൂടെ വരും എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നവംബർ 11 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ OIT പഠിക്കാൻ പോയി. OIT പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി. അപ്പോഴത്തേക്കും ഭയങ്കര വിശ്വാസമില്ല എനിക്ക് OIT കിട്ടും, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആദ്യത്തെ ഉടമ്പടിക്കാത്ത OIT കിട്ടണം, ജോലി കിട്ടണം, അങ്ങനെ ചെറുതായിട്ടുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങൾ മാത്രം ഞാൻ അതിനകത്ത് 6 നിയോഗം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉടമ്പടി പുതുക്കാറായി. ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ആ നിയോഗം എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവേ എന്നെ വിശദീകരിക്കണമേ, പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ നിന്ന് അങ്ങ് തിരുക്കുമാരോട് എന്നെ ചേർത്ത് വെക്കണേ, എന്നെ ഒരു സുവിശേഷമാക്കി മാറ്റണേ. ഈശോനെ ഞാൻ ഏത് വ്യക്തിനെ കണ്ടാലും അവർക്ക് ഈശോനെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായി എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, അത് മാത്രം ഞാൻ നിയോഗം എഴുതിയിട്ടുണ്ടാകുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ OIT എക്സാം എഴുതി, പക്ഷേ ഫെയിലായിപ്പോയി, കിട്ടിയില്ല. പക്ഷേ എനിക്ക് ചെറുതായിട്ട് വിഷമമുള്ളത്, അങ്ങനെ തീർച്ചയായിട്ടും വിഷമം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിയൊന്നും പറയാൻ ഞാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ OIT ഇനി എഴുതുന്നില്ല, വേറെ ഒന്ന് ട്രൈ ചെയ്യുന്നു. ഇത്ര എന്തെങ്കിലും ഗ്യാപ്പല്ല, ഞാനൊന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറി നോക്കാം, പെട്ടെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നോർത്ത് ഞാൻ പല ഏജൻസിയിൽ പല ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുത്തു. ആരും എൻ്റെ ബയോഡേറ്റ എടുക്കുകയില്ല. അതിനിടയ്ക്ക് എൻ്റെ നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ മൗറീഷ്യസിലാണ്, OT മാനേജർ ചേച്ചി നാട്ടിൽ വന്നപ്പം ചേച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞപ്പം ചേച്ചി ഇവിടെ വന്നിട്ട്
ഉടമ്പടി എടുത്തു. അപ്പോൾ ചേച്ചി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ബയോഡാറ്റ കൊടുക്കുക, അവിടെ കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അവിടെ ചേച്ചി കൊടുത്തിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ചേച്ചി എനിക്കൊരു ഫേസ്ബുക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചു തന്നു. മൗറീഷ്യസ് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലെ ഈ മെയിലിലോട്ട് നീ ഒന്ന് CV ഇട്ട് നോക്ക്, അറിയത്തില്ല, അടുത്തതായിട്ട് തുടങ്ങിയ ഒരു അധികമായിട്ടില്ല ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട്, നീ ഇന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. ബയോഡേറ്റ അയച്ചിടാൻ പറഞ്ഞു. ഞാൻ അതും അയച്ചു. അതിനിടയ്ക്ക് ചേച്ചി CV കൊണ്ട് കൊടുത്ത ഹോസ്പിറ്റലിലെ എന്നെ വിളിച്ചു. അവരെന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നോട്. 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിന്നേ വിട്ട് നിൽക്കുക. എനിക്കൊന്നും അറിയത്തുമില്ല. അതിനിടയ്ക്ക് വെപ്രാളമായിപ്പോയി, ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം അവരെന്നോട് പറഞ്ഞു, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈയും ഇല്ല അവരുടെ സൈഡിൽ നിന്ന്. അപ്പം ചേച്ചിയോട് ഞാൻ വിളിച്ചു. ചേച്ചിയോട് അവർ പറഞ്ഞു, ചേച്ചി അറിയുന്ന ആ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡയറക്ടറിനെ ചേച്ചി അറിയുന്ന, ചേച്ചിയുടെ ഫ്രണ്ടാണ്. ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പെർഫോമൻസും തീരെ കുറവായിരുന്നു, കൂടാതെ ഇത്ര 10 വർഷം ഗ്യാപ്പ് അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൗറീഷ്യസിൻ്റെ തന്നെ വേറൊരു ഏജൻറ്റ് വഴി നോക്കാമെന്ന് കരുതി ആ ഏജൻറ്റിൻ്റെ കൈ കൊടുത്തപ്പം ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ഈ ബയോഡേറ്റ കൊണ്ടുവന്ന് ആരും സ്വീകരിക്കുകയില്ല, ഇത് റിജക്റ്റായി പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് നോക്കണ്ടെന്നുള്ളൊരു ഇതായി. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇനി എന്നോട് ജോലിക്ക് പോകാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, 18-ാം തീയതി 19-ാം തീയതിയാണ് എൻ്റെ ഉടമ്പടി അടുത്ത 3ാമത്തെ പുതുക്കുന്നത്. അപ്പോൾ പുതുക്കേണ്ട വരുന്നത്. അപ്പം ഞാൻ അന്ന് 18-ാം തീയതി രാത്രി 9:45 ആയപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഒരു മൊബൈൽ നമ്പറിൽ നിന്നൊരു കോൾ വന്നു. ഞാൻ കോൾ എടുത്തു. ഇത് ഇൻ്റർനാഷണൽ നമ്പറാണ്. അപ്പം ഞാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ CNO ആണ്, ഞാൻ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചതാണ്, നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ സമയമുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചു, നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തേ? ഞാൻ പറഞ്ഞു CTBS ICUവിലാണ് ഞാൻ വർക്ക് ചെയ്തേ. നീ ഏതൊക്കെ പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു എല്ലാ കാർഡിയക് പേഷ്യൻസിനെയും ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാ കാർഡിയക് സർജറി പേഷ്യൻസിനെയും നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാ? വേറെ ഒരു ക്വസ്റ്റ്യൻ അവരെന്നോട് ചോദിക്കുന്നില്ല. ഈ കുറച്ച് കാര്യം മാത്രമേ എന്നോട് ചോദിക്കുന്നുള്ളൂ. ഒരു പ്രൊഫഷണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവരെന്നോട് ചോദിച്ചില്ല. അവരെന്നോട് ചോദിച്ചു, നിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാ? ഞാൻ പറഞ്ഞു July 2, 2014. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ 2010 വരെയുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ ഉള്ളൂ. വേറെ ഞാൻ അത് കഴിഞ്ഞ് 3 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. സത്യം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വർക്ക് ചെയ്യാതിരുന്നേ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരെടുത്ത് എന്നോട് ചോദിക്കുക, നിനക്ക് September 1 ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഞാൻ ഫ്രീസായിപ്പോയി, എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ലെന്നായിപ്പോയി. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഓർത്തു, ഇത് സത്യമാണോ? ഇത് ഒരു പേഴ്സണൽ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നേ, ഇത് ഉള്ളതാണോ? ഇപ്പോഴത്തെ ഇതെല്ലാം തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് പറയണം, അല്ലാണ്ട് എനിക്കൊന്നും തീരുമാനമെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നീ ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്, നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ മതി. മണ്ടേക്ക് മുമ്പ് എന്നെ വിളിച്ചറിയിക്കണം, അതുവരെയുള്ള സമയം നിനക്കുണ്ട്, വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ നാത്തൂനെ വിളിച്ചു. അപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു, എടി ആ നമ്പർ എനിക്ക് സെൻഡ് ചെയ്തതാണ്, നമ്പരും സെൻഡ് ചെയ്തതാണ്, അവളുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ പേര് പറഞ്ഞു, നമ്പരും സെൻഡ് ചെയ്തതിന്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് അവിടെ നിന്നുള്ള ഹോസ്പിറ്റൽ, അവിടുത്തെ CNO ആണ്, നേഴ്സിംഗ് ഡയറക്ടറാണ്, നീ അത് കണ്ണും പൂട്ടി അങ്ങ് സമ്മതിച്ചോളാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു. റിങ് പോയതേ ഉള്ളൂ. ആ മാഡം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എന്താ തീരുമാനം എന്നോട് ചോദിച്ചു. ഇംഗ്ലീഷിലാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് റെഡി, ഓക്കെ ആണ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഞാൻ HR-ൻ്റെ നിൻ്റെ ഫയൽ കൊടുത്തേക്കാം, അവർ വിളിച്ചോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ചയായി ഒരു റെസ്പോണ്ട് ഇല്ല. ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ അവർക്ക് ഈ മാഡത്തിന് പേഴ്സണൽ എന്നെ വിളിച്ച നമ്പറിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, എന്നെ ആരും ഇതുവരെ കോൺടാക്റ്റ് ചെയ്തില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ മാഡം എനിക്ക് റിപ്ലൈ ചെയ്തു, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്.
അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈ ഒന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്കും അപ്പം സെപ്റ്റംബർ 1 അധികം ആകാൻ സമയമില്ല. അപ്പം എന്തൊക്കെ പേപ്പർ വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനിടയ്ക്ക് എൻ്റെ പിള്ളേരെ എവിടെയെങ്കിലും എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി ഫുള്ള് കൊണ്ടുപോകാനും എനിക്ക് പറ്റും. എനിക്ക് എൻ്റെ ഫാമിലിയോട് കൂടി ചേർന്ന് ഒന്നിച്ച് ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും ഞാൻ മെസ്സേജ് വിട്ടു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കിതുവരെ ആരും കോൺടാക്ട് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഇന്നലെ സൺഡേ രാവിലെ ഞാൻ ഈ കുർബാനയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ ആ കടയിലെ ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ അപ്പച്ചന് സംഭവിച്ച അത്ഭുതവും അതുപോലെ എനിക്ക് പരിശുദ്ധ അമ്മ വഴി കിട്ടിയ എല്ലാ ഇതും എന്നോട് ഈശോയോട് ചേർന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഈശോയോട് എത്രയ്ക്ക് സ്നേഹമാണ് എനിക്കിപ്പം, എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിള്ളേരെയും കൂട്ടി പുറത്ത് പോയായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് ചേച്ചിയുടെ കോള് വന്നു, നിനക്ക് മെയിൽ വന്നില്ലേ, ഓഫർ ലെറ്ററിൻ്റെ മെയിൽ വന്നില്ലേ, ഇതുവരെ ഒന്നും നീ റിപ്ലൈ ചെയ്തില്ലേന്ന് ചോദിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മെയിൽ വന്നില്ലല്ലേ ചേച്ചി, ഞാൻ പിള്ളേരെ കൊണ്ട് ഔട്ടിങ്ങിന് വന്നതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു നിൻ്റെ മെയിലെടുത്ത് പെട്ടെന്ന് നോക്ക്, മെയിൽ കാണും, ഇല്ലെങ്കിൽ സ്പാമിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കി, അപ്പോഴൊന്നും സ്പാമിലും ഇല്ല, ഒരിടത്തുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറി ഇരുന്ന് ഉടനെ ഞാൻ വീണ്ടും മെയിൽ ചെക്ക് ചെയ്തിരുന്നു. ഫുള്ള് മെയിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തിൽ എനിക്ക് മെയിൽ വന്നു. ഞാൻ അന്ന് മാഡം എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പം എന്നോട് ഓഫർ ലെറ്ററിനകത്ത് ഉള്ള എല്ലാ അലവൻസും എല്ലാ കാര്യങ്ങളും എന്നോട് ഓഫർ ലെറ്റർ അന്ന് മാഡം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എത്ര സാലറി നീ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിനക്ക് എത്ര വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അവിടുത്തെ സാലറിയിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇത്രയും ഗ്യാപ്പും ഉണ്ട്, ഞാൻ കൊണ്ടൊന്നും പറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇത്ര സാലറി തീരെ കുറച്ചൊന്നല്ല എന്നാൽ ഒരുമാതിരി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സാലറിയാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് അതിലുപരിയായിട്ട് കൂടുതലായിട്ട് അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം തന്നെ വിത്തിൻ 24 hours ചെയ്യണമെന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞു ഓഫർ ലെറ്ററിന്. ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു, മെയിൽ അയച്ചു അവർക്ക്. ഇന്നലെ അവിടെ മൗറീഷ്യസിൽ സാറ്റർഡേ സൺഡേ HR ലീവാണ്, HR ഓഫാണ്, ലീവാണ്. ഇതെനിക്ക് ഇന്നലെ മെയിൽ വന്നത് രാത്രി 7 മണിക്കാണ്. ആ സമയത്തും എനിക്ക് വേണ്ടി അവിടെ ഇരുന്ന് അമ്മ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്നെയാണ് എനിക്ക് അതവിടെ ചെയ്തു തന്നത്. ഇന്ന് രാവിലെ ഞാനിവിടെ വന്ന് ഉടമ്പടി, എൻ്റെ 3ാമത്തെ പുതുക്കലായിരുന്നു, ഉടമ്പടി പുതുക്കി താഴെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവർ വീണ്ടും മെയിൽ അയച്ചേക്കുന്നു, നിനക്ക് അക്കോമഡേഷൻ എവിടെയാണ് ശരിയാക്കേണ്ടത്, നിനക്ക് 1 സെപ്റ്റംബർ തന്നെ ഞാൻ ടിക്കറ്റ് അയച്ചു തന്നേക്കാം, ഏത് എയർപോർട്ടിൽ നിന്നാണ് നീ വരുന്നത്, ഏത് എയർപോർട്ടിൽ നിന്ന് വേണം നീ കയറാനായിട്ട്, നിനക്ക് ഏത് എയർപോർട്ടിൽ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവർ മെയിൽ അയച്ചേക്കുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് എനിക്ക് പറയണം. അത് സെപ്റ്റംബർ 1 തന്നെ എനിക്ക് പോകാൻ പറ്റും. ഞാൻ 3rd ഉടമ്പടി എടുക്കാൻ വന്ന സെക്കൻഡ് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു, എവിടെയെങ്കിലും പോകാൻ ശരിയായ തന്നെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എനിക്ക് മുടക്കാനായിട്ട് കാശൊന്നുമില്ല, അല്ലെ കടം വാങ്ങിക്കണം, ലോൺ എടുക്കണം, എല്ലാം എൻ്റെ ഒരു രൂപ പോലും ഇല്ല അമ്മേ, എന്നെ 1 രൂപ പോലും ഇല്ലാതെ എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ അമ്മയോട് അന്ന് ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവില്ലാതെയാണ് ഞാനിപ്പോൾ പോകുന്നത്. സർവീസ് ചാർജ് ആയിട്ടോ ഒന്നുമായിട്ടോ ടിക്കറ്റായിട്ടോ ഒന്നുമായിട്ടോ എല്ലാ ബെനിഫിറ്റ്സോടും കൂടിയാണ് പോകുന്നത്. 3 മാസം കഴിയുമ്പം എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഫാമിലിയെയും എനിക്ക് അവിടെ കൊണ്ടുപോകാം, വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ അവർ ഉടമ്പടി എടുത്ത് അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും OET പാസ്സാകുന്നു, അതുപോലെ തന്നെ ജോലി കിട്ടുന്നു. അതുപോലെ തന്നെ 14 വർഷമായിട്ട് എൻ്റെ ഒരു സീനിയർ ചേച്ചിയാണ്, 14 വർഷമായിട്ട് ചേച്ചിക്ക് പിള്ളേരില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഡിസംബർ 24-ാം തീയതി ഞാൻ ചേച്ചിയെയും കൂട്ടി ഇവിടെ വന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ OIT പഠിക്കാൻ പോയ ഒരു കോളേജിലായിരുന്നു പോയത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരുന്ന സമയത്താണ് ചേച്ചി എന്നെ ഫെബ്രുവരി വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് വിശേഷമുണ്ട് കേട്ടോ. അന്ന് ഉടമ്പടി എടുത്ത് വന്ന് പിറ്റേ മാസം തന്നെ ആയതായിരുന്നു, അറിഞ്ഞില്ല. അപ്പോൾ 2 മാസം വളർച്ച ഇതുണ്ട്, പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഈ ഓഗസ്റ്റ് 25-ന് ഒരു ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അതും പരിശുദ്ധ അമ്മ തന്നെ കൊടുത്തതാണ്. പിന്നെ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും, ഇപ്പം ഈ രാവിലെ ഉടമ്പടി പുതുക്കാൻ ചെന്നിരുന്നപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ്. മുല്ലപ്പൂ തന്നെയല്ല, ആദ്യം എനിക്ക് വന്ന സുഗന്ധം എന്ന് വെച്ചാൽ ബ്രൈഡൽ മുല്ലയുടെ മണമില്ലേ, ഭയങ്കര തീക്ഷ്ണമായ സുഗന്ധമാണത്. അതാണ്. അപ്പം ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലായിരുന്നാലും ആരോടെങ്കിലും മാതാവിൻ്റെ കാര്യം, ഈശോയുടെ കാര്യം, ഈശോ എനിക്ക് ചെയ്തു തന്നെ, ഈശോനെ ചേർത്ത് പിടിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഈ സുഗന്ധാഭിഷേകം വരും. അതുപോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ടും കുളിരും. പ്രത്യേകിച്ച് അപ്പച്ചന് സംഭവിച്ച അത്ഭുതം പറയുമ്പോൾ തന്നെ എനിക്ക് കുളിർന്നിട്ട് എന്നെ പിടിക്കുമ്പോൾ തന്നെ ഒരു വൈബ്രേഷനുണ്ട്. അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അത്ഭുതങ്ങളും എനിക്ക് സംഭവിച്ച കാര്യങ്ങളും പറയും, ആരോടെങ്കിലും ഷെയർ ചെയ്യുവാണെങ്കിൽ അവരെന്നെ തൊടുവോ, അല്ലെങ്കിൽ ഞാൻ അവരോടെങ്കിൽ തൊടുവോ, എന്തും ചെയ്തിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് കറണ്ട് വരുന്ന പോലെ തന്നെ തോന്നായിട്ട് പറയാറുണ്ട്. എനിക്ക് അതുപോലെ തന്നെ വചനം, എന്നെ പിടിച്ചു നിർത്തിയ വചനം ജെറമിയ 29:11, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. എനിക്ക് എപ്പോൾ ഇങ്ങനെ വിഷമം തോന്നുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഈ വചനം ഉറക്കെ പറയുമായിരുന്നു. അതുപോലെ ആ സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയോടും പറയും, അമ്മയുടെ ഉദരത്തിലല്ലേ പരിശുദ്ധ ഈശോ വചനമായിട്ട് ഉത്ഭവിച്ച്, വചനം തന്നെ എന്നെ അനുഗ്രഹിക്കണേ, വചനത്താൽ എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരാറുണ്ട്. അതുപോലെ ഈശോനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പിന്നെ നിർത്താൻ പറ്റത്തില്ല, അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുപോലെ ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായാലും കൃപാസന പത്രം, ആദ്യം പത്രം കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇതെന്തിനാ ഒരു കെട്ട് പത്രം തന്നു വിടുന്നതെന്നൊക്കെ ആയിരുന്ന ചിന്തയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം പത്രം മുഴുവൻ ഉടമ്പടി ചെയ്ത് തീർക്കണമല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ പത്രം കൊടുത്തത്. പിന്നത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ നിയോഗം എഴുതിയിട്ട് എന്നെ വിശദീകരിക്കണമേ എന്ന് എഴുതിയിട്ട് ആ സമയം മുതൽ എനിക്കറിയാൻ പാടില്ല, എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും വീട്ടിൽ നടന്ന സംഭവങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ് ആണ് ഒരാളെ പത്രം ഏൽപ്പിക്കുന്നത്. അന്ന് തിരുവല്ലയിലായിരുന്ന സമയത്ത്, അത് OITക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൂടെ ഫുള്ള് കറങ്ങി അവിടെ എല്ലാ രോഗികൾക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ആ റോഡിൽ കൂടെ മുഴുവൻ നടന്ന് ആ ബസ് സ്റ്റാൻഡ് ഫുള്ള് തീർത്തു. അതിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചും ഉണ്ടായിരുന്നു, അവളും ഉടമ്പടി എടുത്തായിരുന്നു. അവളും നടന്ന് ഓരോരുത്തരോടും പറഞ്ഞ് കൊടുക്കാനുള്ള അനുഗ്രഹം കിട്ടി. ഇപ്പോഴും ആയാലും അതെ, പത്രം വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്ത്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് സിംഗപ്പൂരാണ് അവൾ OIT പാസ്സാകാനായിട്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിഷ എനിക്കൊരു ഇംഗ്ലീഷ് പത്രം അയച്ചു തരാൻ പറ്റുമോ, എനിക്കിവിടെ കൊടുക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചു. പക്ഷേ അയക്കാനുള്ള ഓരോരോ തടസ്സങ്ങളാണ്, എനിക്ക് സമയം കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവൾ എന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ റിസൾട്ട് ഇതുവരെ ഔട്ടായിട്ടില്ലടി, എൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതുവരെ റിസൾട്ട് ഔട്ടായിട്ടില്ല, നീ എൻ്റെ പത്രം അയച്ചായിരുന്നോ ചോദിച്ചു. അതിന് പിറ്റേ ദിവസം കൊണ്ട് ഞാൻ ഈ പത്രം ഞാൻ അയച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, എടി എനിക്ക് OIT കിട്ടിയിട്ടുണ്ട്, ഫുള്ളും കിട്ടിയിട്ടുണ്ട്, എനിക്ക് പോകാം, എനിക്ക് ഇഷ്ടമുള്ള രാജ്യത്തോട്ട് പോകാം എന്നവൾ പറഞ്ഞു. ഇത്രയും അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒത്തിരി ഈ പറഞ്ഞാലും തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉടമ്പടിയോട് വിശ്വസ്തയോടെ നിലനിൽക്കുന്ന സാക്ഷ്യങ്ങളുടെ നിങ്ങൾ സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് എങ്കിൽ പല കാര്യങ്ങളും ഇതിൽ കോമൺ ആയിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് അത് അപ്പച്ചൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ മകൾ അവസാനം പറയുന്നത് പോലെ ഈ ഹൃദയത്തിൻ്റെ നിറവിലാണ് അധരം സംസാരിക്കുന്നതെന്നുള്ളൊരു വചനമുണ്ട്. അപ്പം ഹൃദയത്തിൽ മുഴുവൻ ഇങ്ങനെ ദൈവാനുഭവങ്ങളും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വലിയ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല. അത് ഒരുപാട് ദൈവാനുഭവമുള്ള എല്ലാവരുടെയും തന്നെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ വചനവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം. ഏറെ പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത കുടുംബത്തിൽ, ഉടമ്പടി എടുത്തവരെന്നല്ല, ഉടമ്പടി എടുത്ത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചെന്ന്. ഏറെ പ്രത്യേകിച്ച് അപ്പച്ചന് പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് ഇടവന്നു. കൃപാസനത്തിലെ ഇതേ രൂപത്തിലുള്ള അമ്മയെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ കാണാനായിട്ട് ഇടവന്നു എന്ന് പറയുമ്പോഴും, രണ്ടാമത്തെ ഈ മകൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദൈവാനുഭവം പറയുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സുഗന്ധാഭിഷേകം, അതിപ്പോൾ ഒരാളല്ല എത്രയോ സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ അനുഭവിക്കാൻ ഇടവന്നു എന്ന് പറയുമ്പോഴും, ജെറമ്യ 29:11 നിനക്കൊരു പദ്ധതിയുണ്ട്, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വചനം പറയുമ്പോൾ ഒരഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പം അതിനർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രസൻസിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് വേണം നമ്മൾ കരുതാൻ. രണ്ടാമത്തത്, ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത്, ഉടമ്പടി സീരിയസ് ഉള്ളൊരു കാര്യമാണ്, അത് എടുത്താൽ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ആദ്യം എടുക്കുന്നത്. അങ്ങനൊരു മനോഭാവം ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതൊരു സീരിയസ് അഫെയറാണ്, ഇതൊരു ടെക്നിക്കൽ, ഒരു ഇമോഷണൽ അഫെയർ അല്ല, ഇതൊരു ഇൻ്റലക്ച്വൽ അഫെയർ ആണെന്നൊക്കെ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന തന്നെ. ഇവിടെ എടുത്തതിന് ശേഷം OIT എഴുതി കിട്ടിയില്ല. അപ്പം ഈ മകൾ പറയാൻ ഞാൻ പക്ഷേ ഒന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് OIT കിട്ടിയില്ല, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കർത്താവിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണോ എനിക്ക് സാധിക്കുന്നത് അതേ രീതിയിൽ ഞാൻ പറഞ്ഞു. എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇതിപ്പം ഇങ്ങനെ ഒരു വ്യക്തി പറയാനായിട്ട്, അതായത് OIT കിട്ടുമ്പം അമ്മ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ടെന്ന് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ അത് നമുക്ക് മുടങ്ങിക്കഴിയുമ്പോഴേക്കും അതിലും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് വിശ്വാസത്തിൽ കുറച്ച് ആഴപ്പെടണം. പിന്നെ ബയോഡേറ്റയും കൊണ്ട് നാടും വീടും എല്ലാം ഓടി നടക്കുമ്പോഴും ജോലി ക്രമീകരിക്കപ്പെടുന്നില്ല. ഇതും ഇന്നലെ പറഞ്ഞ പല സാക്ഷ്യങ്ങളിലും ഇതുപോലെ തന്നെയാണ്. എല്ലായിടത്തും ഓടി നടക്കും, ഇവിടെ ഒന്ന് അമ്മയെടുക്ക് കാര്യം പറയും, തിരിച്ചു പോകുന്ന വഴിയും ഇങ്ങോട്ട് തന്നെ വിളിച്ച് ജോലി തരുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ തന്നെ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഏതോ ഒരു ആശുപത്രി ഡോക്ടർ, അത് ഏറ്റവും നല്ല ഡോക്ടറല്ലേ, ഒരു CEO, ഒരു HR വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ക്രമീകരിക്കപ്പെടുന്നു. ഏറ്റവും അവസാനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നേർച്ച വസ്തുക്കൾ മരുന്നാണെന്ന് കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്തുവാ? അതായത് അത്രത്തോളം വിശ്വാസത്തോടെ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നേർച്ച വസ്തുക്കൾ, അതും ഒരു സാക്ഷ്യത്തിലല്ല, പല സാക്ഷ്യങ്ങളിലും വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നേർച്ച വസ്തുക്കൾ തായെന്ന് കുഞ്ഞുങ്ങൾ പറയണമെങ്കിൽ അത്രത്തോളം ആദരവോടുകൂടി മാതാപിതാക്കൾ അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലവും കിട്ടുന്നുണ്ടെന്നാണ്. അങ്ങനെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ കണ്ടൻ്റുള്ളൊരു സാക്ഷ്യമാണിത്. ഏറ്റവും അവസാനം ഈ മകൾ പറയുന്നുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ. എങ്ങനെ ഈശോനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഈശോനെക്കുറിച്ച് 4 പേരുടെയൊക്കെ പറയാൻ എളുപ്പമാണ്. അവസാനം പറഞ്ഞു ഉടമ്പടി എടുത്ത് വേറൊരു വ്യക്തിയായിട്ട് ചേർന്ന് ഞങ്ങൾ പത്രം കൊടുക്കാനും ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. തുടക്കത്തിൽ പത്രം കൊടുക്കാൻ മടുപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു ലജ്ജ ഉണ്ടായിരുന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പല സാക്ഷ്യങ്ങളും ഒരുപോലെ വരുന്നുണ്ട്. ഉടമ്പടി എടുത്തവരൊക്കെ ഇങ്ങനെ ചേർന്ന് വലിയ നന്മകൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു പുതിയൊരു സാക്ഷ്യത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ സാക്ഷി നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വിശ്വസ്തതയോടെ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു സാധ്യത, ഇതെല്ലാം നമ്മളോട് കൂടെ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് 2 അനുഭവങ്ങളിലൂടെ മകൾ പറഞ്ഞു. ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാനായിട്ട്, ഒരുപാട് ദൈവാനുഭവങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.